ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് സുഖമാണ്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെന്താണ്? മൂപ്പറതവിടെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന 1000ന്റെ തസ്ബീഹാണ്. ഇഷാസ്കരിച്ചിട്ട് മഗ്‌രിബ് 2 പ്രാവശ്യം ചൊല്ലി, പിന്നെ ഇഷാസ്കരിച്ചിട്ട് പാതി ചൊല്ലുന്നു. പിന്നെ താജ് നിസ്കരിച്ചിട്ട് ചൊല്ലും. പിന്നെ അസ്ർ നിസ്കരിച്ചിട്ട് ചൊല്ലും. അല്ല, അസ്രല്ലപ്പ ഫജർ നിസ്കരിച്ചിട്ട് ചൊല്ലും. എന്നിട്ടേ മൂപ്പർ ഉറങ്ങും. പിന്നെ രാത്രി കിടന്നാലൊന്നും ഉറക്കമൊന്നുമില്ല. ഏത് സമയത്ത് എണീച്ച് അങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും. മൂപ്പർക്ക് ഇപ്പം പ്രഷർ ലോ ആയിട്ടാ ഉള്ളത്. അല്ല, 2 നമ്പറും ലോ ആയിട്ടാ ഇല്ലേ. താഴെ മേലെ 130 വരെ പോവാ, താഴെ 78 വരെ പോവാ. ഇപ്പം താഴെ 44, മേലെ 115 അങ്ങനെയല്ലേ. പ്രഷർ നല്ലോണം ലോ ആയിട്ടുണ്ട്. എന്താണെന്നറിയില്ല. ഇന്ന് ഗുളിക കഴിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഗുളിക കഴിച്ചില്ല. ഗുളിക കഴിച്ചാൽ നല്ലോണം കുറയുമല്ലേ, അതുകൊണ്ട് ഞാൻ ഗുളിക കഴിക്കണ്ടെന്ന് പറഞ്ഞു. എന്താണെന്നറിയില്ല. ഒരിക്കലും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് നോക്കണം. ഇന്നെ 2 പ്രാവശ്യം അറ്റാക്ക് വന്നതിനെ കൊണ്ട് പേടിയാണ്. മൂപ്പർക്ക് അങ്ങനെ ആകുമ്പം തന്നെ നമുക്ക് പേടിയാകുന്നു. എന്തോ എനിക്കൊരു മൂഡില്ല, ഒരു ടെൻഷനാണ്, എന്തിനൊരു ഉഷാറില്ല. ഭയങ്കര പേടി, മനസ്സിൽ ഭയങ്കര പേടി ഇങ്ങനെ മുറുക്ക പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഞമ്മക്കിപ്പോ എന്തെങ്കിലും കണ്ടിട്ടോ അല്ല കേട്ടിട്ടോ അങ്ങനെ പേടിയല്ലേ ഉണ്ടാവില്ല. പക്ഷെ ഇതങ്ങനല്ല. എന്താ പറഞ്ഞാല് പെട്ടെന്നുള്ള ഒരു പേടി, എന്താന്നറിയില്ല. പേടി, ഒരു ഭയങ്കര ഒരു നെഞ്ചെടുപ്പ് ആ പേടി വരുമ്പോ. അതുകൊണ്ട് എന്തും തിന്നണമെന്നില്ല. എന്താ പറഞ്ഞാല് ഒന്നിനൊരു ഉന്മേഷം ഇല്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിലായില്ലേ. ടെൻഷനും എല്ലാം കൊണ്ട് ജീവിതം തന്നെ മടുത്തു പോയി. വേണ്ടാന്ന് തോന്നുന്നു ജീവിതം. പക്ഷെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ മുസ്ലിമായിട്ട് ജനിച്ചു പോയില്ലേ. മോന്റെ മോള് മോന്റെ മോള് ചപ്പാത്തി വേണമെന്ന് വെച്ചിട്ട് വന്ന്. ഞാൻ പറഞ്ഞു എനക്ക് വേണ്ട, മൂപ്പർക്ക് കൊടുത്തേന്നു ചപ്പാത്തി. എന്നെപ്പം ചപ്പാത്തി തന്നെയായിരിക്കും. ഞാൻ ഇന്ന് ഉച്ചക്ക് ഒന്നും കഴിച്ചില്ല. ഒന്നും തിന്നണമെന്നേ ഇല്ല. കുറെ കാലം അങ്ങനെ കഷ്ടപ്പെട്ട്, കുറെ ഇങ്ങനെ എന്തിനും ഒരു സമാധാനം എന്ന് പറഞ്ഞിട്ടില്ല. എപ്പം നോക്കിയാലും അസുഖങ്ങളും അതും ഇതും എന്നെല്ലാം പറഞ്ഞാണൊക്കെ. നാട്ടിൽ ഉമ്മക്ക് വിളിച്ചിട്ട് ആകുമ്പം ഉമ്മ നിസ്കരിക്കുന്നുണ്ട്. മോള് സംസാരിച്ച് ഇപ്പം പ്രശ്നമൊന്നുമില്ല, നോർമലായിട്ടുണ്ട്. ഞാൻ അവളടുത്ത് എന്നാലും ചെക്ക് ചെയ്യാൻ പോകാൻ പറഞ്ഞിട്ടുണ്ട്. പ്രഷറല്ലേ, പ്രഷർ ഭയങ്കര പേടിയാണ്. ഷുഗർ ആകുമ്പം നമുക്ക് അങ്ങനെ അറിയില്ല. ഷുഗർ എന്താ ശരീരത്തിന്റെ ഉള്ളിൽ അത് കാർന്നുകൊണ്ട് തിന്നുകൊണ്ട് വരുന്നെന്ന് പറയല്ലേ. പ്രഷർ അങ്ങനെയല്ല. പ്രഷർ പെട്ടെന്നല്ലേ കയറലും പെട്ടെന്ന് ഇറങ്ങലും. എൻ്റെ ഉപ്പ അങ്ങനെ പ്രഷർ കൂടുതലായിട്ട് തന്നെയല്ലേ മരിച്ചിരുന്നത്. ഇപ്പൊ അനിയത്തിയുടെ മാപ്പിളിന്റെ പെങ്ങളെ മാപ്പിളയും അതേപോലെ പ്രഷർ ലോ ആയിട്ട് പെട്ടെന്ന് മരിച്ച്. അപ്പം പ്രഷർ കൊണ്ട് തന്നെ ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പൊ പ്രഷർ ഇങ്ങനെ ഉണ്ട് പറയുമ്പോ നമുക്ക് പേടിയാവുന്നു. എപ്പം ഇങ്ങനെ ഒരു ഉറക്കം തൂങ്ങി നടക്കുക. ഞാനിങ്ങനെ ഉറക്കം ഇങ്ങനെ കണ്ണിന്ന് വിട്ടു പോകുന്നില്ല. ഏത് സമയം നോക്കിയാലും ഉറങ്ങണം എന്നില്ല. ആ ഒരു ചിന്ത മാത്രമേ ഇല്ല. ഒരുപാട് വെള്ളം കുടിക്കുന്നുണ്ട് ഞാൻ. എന്തോ ഷുഗറെല്ലാം ഇങ്ങനെ കൂടുതലായിട്ടുണ്ടാന്ന് തോന്നുന്നു. രാവിലെയും രാത്രിയും എല്ലാം ഇൻസുലിൻ വെക്കുന്നുണ്ട്. 30-35 മില്ലി.
ഉച്ചക്ക് ഗുളികയുണ്ട്. എന്നിട്ടും ഷുഗർ എന്തോ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. വെള്ളം എത്ര കിട്ടിയാലും കുടിക്കണം എന്ന് തോന്നുന്നു. അത് നല്ല തണുത്തിട്ട വെള്ളം കുടിക്കാം. ചിലപ്പോൾ ഫ്രീസറിലെല്ലാം വെച്ചിട്ടാ വെള്ളം കുടിക്കുന്നത്. ഇത്രയും തണുപ്പ് വെള്ളം കുടിച്ചിട്ട് ഒരു 2 മിനിറ്റ് ആകുമ്പോൾ വീണ്ടും കുടിക്കണം എന്ന് തോന്നുന്നു. വെള്ളം തന്നെ, വെള്ളം കുടിച്ചിങ്ങനെ വയറിങ്ങനെ നിറക്കാം. എന്തോ ഒരു കാലക്കെട് വരാനിരിക്കുന്നുള്ളൊരു തോന്നലാണ്. എല്ലാം പഠിച്ചോൻ ഹൈറാക്കട്ടെ. തവക്കൽത്തു അലല്ലാഹ്. ഓക്കെ, അപ്പൊ ഇത്രക്കേ ഇല്ല എൻ്റെ വീഡിയോസ്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് അടുത്തതിൽ വരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ.